നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ രസകരമായൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും മാറ്റിമറിച്ച ഒരു വലിയ ചിന്താവിപ്ലവത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത്, നിശ്ശബ്ദനായൊരു ദൈവത്തെ മാറ്റി നിർത്തി മനുഷ്യന്റെ മനസാക്ഷിയെ തന്നെ ധാർമ്മികതയുടെ അവസാന വാക്കായി മാറ്റിയ ആ കഥ. അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? ഇതാണ് പുരാതന ചൈനീസ് ചിന്തകർ ഒരുപാട് കാലം തലപുകഞ്ഞാലോചിച്ചൊരു ചോദ്യം. ദൈവമൊന്നും പറയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദൈവീക ശക്തി നമ്മളെ നയിക്കുന്നില്ലെങ്കിൽ, പിന്നെ എങ്ങനെയാണ് നമ്മൾ ശരിയേതാണ് തെറ്റേതാണെന്ന് തീരുമാനിക്കുക? നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് ഏകദേശം 3000 വർഷം മുൻപാണ്. അക്കാലത്ത് ആളുകൾ ടിയാൻ എന്ന പേരിൽ ഒരു ശക്തിയിൽ വിശ്വസിച്ചിരുന്നു. സ്വർഗം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന, എന്നാൽ ഒരിക്കലും സംസാരിക്കാത്ത നിശബ്ദമായ ഒരു ശക്തിയായിരുന്നു അത്. പഴയകാലത്തെ മനുഷ്യര് ആകാശത്തേക്ക് നോക്കി. അവിടെ നക്ഷത്രങ്ങളെല്ലാം ഒരു മാറ്റവുമില്ലാതെ നല്ല കൃത്യമായിട്ട് നീങ്ങുന്നത് കണ്ടു. അപ്പൊ അവര് ചിന്തിച്ചു, ഇതേപോലൊരു ക്രമം നമ്മുടെ സമൂഹത്തിലും വേണ്ടേ? രാജാക്കന്മാർക്ക് ഭരിക്കാനുള്ള അധികാരം കൊടുക്കുന്നത് പോലും ഈ സ്വർഗമാണെന്നവര് ഉറച്ചു വിശ്വസിച്ചു. പക്ഷേ ഇതിലൊരു വലിയ കുഴപ്പമുണ്ടായിരുന്നു. എന്താണെന്നല്ലേ? ആകാശം അഥവാ സ്വർഗമൊന്നും സംസാരിക്കില്ല. അത് നിശ്ശബ്ദമാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ആർക്ക് വേണമെങ്കിലും പറയാം, ഇതാണ് സ്വർഗത്തിന്റെ ആഗ്രഹമെന്ന്, അല്ലേ? ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഷാങ് രാജവംശത്തിലെ ഒറാക്കിൾ സിസ്റ്റം. അവരെന്താ ചെയ്തേന്നറിയാമോ? ഒരു ആമയുടെ പുറന്തോളിൽ ഒരു ചോദ്യം എഴുതും, നമ്മൾ യുദ്ധത്തിന് പോകണോ എന്നോ മറ്റോ. എന്നിട്ട് അതൊരു ചൂടുള്ള കമ്പി വെച്ച് പൊള്ളിക്കും. അപ്പോ അതിൽ കുറെ വിള്ളലുകൾ വരും. എന്നിട്ട് പുരോഹിതന്മാർ ആ വിള്ളലുകൾ നോക്കി പറയും, ഓ, ഇതാണ് സ്വർഗത്തിന്റെ ഉത്തരം എന്ന്. ഇത് വളരെ എളുപ്പത്തിൽ ദുരുപയോഗം ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമായിരുന്നു. അത് വലിയൊരു ദുരന്തത്തിലേക്കാണ് നയിച്ചത്. അതെ, നിശബ്ദനായ ഒരു ദൈവത്തെ ആശ്രയിച്ചതിന്റെ ഫലം ഒരു നല്ല സമൂഹമായിരുന്നില്ല, മറിച്ച് സമ്പൂർണമായ ഒരു ധാർമ്മിക തകർച്ചയായിരുന്നു. ഇതൊരു വെറും പാർട്ടിയായിരുന്നില്ല കേട്ടോ. ഇത് ധാർമ്മികമായി ഒരു രാജ്യം എത്രത്തോളം തകരാം എന്നതിന്റെ ഒരു അടയാളമായിരുന്നു. ഒരു വശത്ത് ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ഭരണാധികാരികൾ വീഞ്ഞുകൊണ്ട് കുളങ്ങളുണ്ടാക്കി മാംസം കാടുപോലെ കൂട്ടിയിട്ട് ആഘോഷിച്ചു. സ്വർഗത്തിന്റെ പേരിൽ നടന്ന ഈ അധർമ്മം ആ രാജവംശത്തെ തണ്ണിയില്ലാതാക്കി. അപ്പോ ആ വലിയ സാമ്രാജ്യം തകർന്നപ്പോ ആളുകളുടെ മുന്നിൽ 2 വലിയ ചോദ്യങ്ങൾ വന്നു. ഒന്ന്, എപ്പോഴും ശരിയുടെ കൂടെ നിൽക്കുമെന്ന് വിശ്വസിച്ച സ്വർഗം എന്തിനാണ് ഈ രാജവംശത്തെ കൈവിട്ടത്? 2, ഇനി എന്തിനെ വിശ്വസിക്കണം? എന്താണ് നമ്മുടെ ധാർമ്മികതയുടെ പുതിയ അടിത്തറ? ഈയൊരു ആശയക്കുഴപ്പത്തിന്റെ സമയത്താണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ചില ചിന്തകൾക്ക് തുടക്കമായത്. കൺഫ്യൂഷനിസം, താവോയിസം പോലെ നമ്മൾ ഇന്ന് കേൾക്കുന്ന പല ചിന്താധാരകളും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണ്. ഇനി നമുക്ക് ഇതിനൊരു പരിഹാരത്തിലേക്ക് വരാം. ഈ ചിന്താധാരകളിൽ പ്രധാനപ്പെട്ട ഒന്നായ കൺഫ്യൂഷനിസം എങ്ങനെയാണ് ഒരു പുതിയ ലോകത്തിന് അടിത്തറ പാകിയതെന്ന് നോക്കാം. ഇതായിരുന്നു യഥാർത്ഥ വിപ്ലവം, ആദ്യത്തെ വലിയൊരു മാറ്റം. ധാർമ്മികത എവിടെയോ ആകാശത്തിരിക്കുന്നൊരു ശക്തിയല്ല, അത് നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെയുണ്ട് എന്ന് ചിന്ത. ശരിയും തെറ്റും തിരിച്ചറിയാൻ ഇനി പുറത്തേക്ക് നോക്കണ്ട, നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാൽ മതി. ഇതൊരു വലിയ വിമോചനമായിരുന്നു. അപ്പോ എന്താണ് ഈ പുതിയ ധാർമ്മിക അടിത്തറ? കൺഫ്യൂഷൻ ചിന്തകർ പറഞ്ഞു, നമ്മുടെ എല്ലാം ഉള്ളിൽ ജന്മന 4 ഗുണങ്ങളുണ്ട്: ദയ, നീതി, മര്യാദ, പിന്നെ ജ്ഞാനം. ഇതായിരിക്കണം ഇനി നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. ഇതായിരുന്നു രണ്ടാമത്തെ വിപ്ലവം. അതായത്, നല്ലൊരു മനുഷ്യനാകാൻ വലിയ കുടുംബത്തിൽ ജനിക്കുകയൊന്നും വേണ്ട. ആർക്കും, സാധാരണക്കാരനായ ഒരാൾക്ക് പോലും പഠനത്തിലൂടെയും പരിശീലനത്തിലൂടെയും ഈ പുണ്യങ്ങൾ വളർത്തിയെടുത്ത് ഒരു ഗുഞ്ച് അഥവാ ശ്രേഷ്ഠനായ വ്യക്തിയായി മാറാൻ പറ്റും. കാലം മുന്നോട്ടു പോയപ്പോൾ ഈ ആശയങ്ങളെല്ലാം ചേർത്ത് സോങ് റീഹാഗ് അഥവാ നിയോ കൺഫ്യൂഷനിസം എന്ന പേരിൽ വളരെ ചിട്ടയായ ഒരു തത്വചിന്തയായി മാറി. നിയോ കൺഫ്യൂഷനിസം പറയുന്നത് പ്രപഞ്ചവും നമ്മളുമെല്ലാം 2 ശക്തികൾ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണ്. ഒന്ന് ലീ, അതായത് പ്രപഞ്ചത്തിന്റെ ഒരു ധാർമ്മിക നിയമം, അല്ലെങ്കിൽ ആ 4 പുണ്യങ്ങൾ. പിന്നെ കി, അതായത് നമ്മുടെ ശരീരം, വികാരങ്ങൾ, അങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങൾ. നമ്മുടെ ഉള്ളിൽ ഈ 2ഉം തമ്മിലുള്ള ഒരു പോരാട്ടം എപ്പോഴും നടക്കുന്നുണ്ട്. ഈ ആശയം വെറുമൊരു പുസ്തകത്തിൽ ഒതുങ്ങിയില്ല കേട്ടോ. ഇത് അവർ ജീവിക്കുന്ന നഗരത്തിന്റെ ഘടനയിൽ തന്നെ കൊണ്ടുവന്നു. ഉദാഹരണത്തിന്, കൊറിയയിലെ സോൾ നഗരത്തിലെ 4 പ്രധാന കവാടങ്ങൾ ഈ 4 പുണ്യങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ദയയുടെ കവാടം, നീതിയുടെ കവാടം, അങ്ങനെ. ശരി, ഇത്രയും സങ്കീർണമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഇതിന്റെയൊക്കെ കാതൽ എന്താണ്? നമ്മൾ ഓരോരുത്തർക്കും ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അതാണ് ഈ വാക്ക് യാങ്ഷം അഥവാ മനസാക്ഷി. നമ്മൾ നേരത്തെ പറഞ്ഞ ആ 4 പുണ്യങ്ങളില്ലേ? ദയ, നീതി,
മര്യാദ, ജ്ഞാനം. ഇതിനെയെല്ലാം കൂടി ഒറ്റ വാക്കിൽ ഒതുക്കിയതാണ് മനസാക്ഷി. നമ്മള് അയാൾക്കൊരു മനസാക്ഷിയില്ല എന്ന് പറയുമ്പം പൗരസ്ത്യ ചിന്തയനുസരിച്ച് അയാൾക്ക് ഈ 4 ഗുണങ്ങളും ഇല്ല എന്നാണ് അർത്ഥം. ഇനി ഈ മനസ്സാക്ഷി വെറുതെ ഉള്ളിൽ വെച്ചാൽ മതിയോ? പോരാ, അത് നമ്മുടെ പ്രവൃത്തികളിലൂടെ പുറത്തു വരുമ്പോഴാണ് ദൊക് അഥവാ സുകൃതമായി മാറുന്നത്. അതാണൊരു വ്യക്തിയുടെ യഥാർത്ഥ ധാർമ്മിക ശക്തി. അങ്ങനെയാണ് നമ്മൾ ഇന്നുപയോഗിക്കുന്ന ധാർമ്മികത എന്ന വാക്ക് ഉണ്ടാകുന്നത്. ദോദൊക്. അതിന്റെ അർത്ഥം സുകൃതത്തിലേക്കുള്ള വഴി എന്നാണ്. അതായത് ധാർമ്മികത എന്നത് ഒരിടത്തെത്തുന്നതല്ല, അതൊരു യാത്രയാണ്. നമ്മുടെ ഉള്ളിലെ നന്മയിലേക്ക് തിരികെ നടക്കാനുള്ള ഒരു യാത്ര. ഈ ഒരു ചിന്ത കിഴക്കൻ രാജ്യങ്ങളിൽ മാത്രമുള്ള ഒന്നായിരുന്നില്ല. നോക്കൂ, പ്രശസ്തനായ പാശ്ചാത്യ ചിന്തകൻ ഇമ്മാനുവൽ കാണ്ട് പറഞ്ഞതും ഏകദേശം ഇതേ കാര്യമാണ്. പുറത്ത് നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം പോലെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് നമ്മുടെ ഉള്ളിലുള്ള ധാർമ്മിക നിയമം. അപ്പോൾ ഇതിന്റെയെല്ലാം അവസാന ലക്ഷ്യമെന്താണ്? മരിച്ചു കഴിഞ്ഞിട്ട് ഒരു സ്വർഗത്തിൽ പോകുന്നതല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ആ ധാർമ്മിക നിയമം, ആ മനസ്സാക്ഷിയെ അനുസരിച്ച് ജീവിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയെ തന്നെ ഒരു സ്വർഗമാക്കി മാറ്റുക. അതിനുള്ള ശക്തിയും ഉത്തരവാദിത്വവും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അപ്പോ ഈയൊരു പഴയ തത്വചിന്ത നമ്മളോടും വളരെ ആധുനികമായൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നത് പുറത്തുള്ള നിയമങ്ങളെ പേടിച്ചാണോ, അതോ നിങ്ങളുടെ നെഞ്ചിലുള്ള ആ നക്ഷത്രത്തെ, ആ മനസ്സാക്ഷിയെ പിന്തുടർന്നാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.